ഹലോ വെൽക്കം ടു ആമിസ് ഫാം. 6th സ്റ്റാൻഡേർഡിൻ്റെ മാത്തമാറ്റിക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇടുന്നത് കേട്ടോ. ഓൾറെഡി നിങ്ങൾക്കറിയാം നിങ്ങളുടെ പുതിയ സിലബസ് ആണ്. സോ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും നിങ്ങൾക്ക് റെഫർ ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ട്രയാങ്കിൾ ഈസ് ഡ്രോൺ ഇൻസൈഡ് എ സർക്കിൾ ഓഫ് റേഡിയസ് 4 സെൻറ്റിമീറ്റർ. വൺ ഓഫ് ദ ആംഗിൾ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് 40 ഡിഗ്രി. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും ഈ ട്രയാങ്കിൾ? ഒരു സർക്കിളിനകത്താണ് ഈ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു സർക്കിൾ വരച്ചു. അതിനകത്ത് 4 സെൻറ്റിമീറ്റർ റേഡിയസ് വരുന്ന എന്തുണ്ട്? ആ സർക്കിളിൻ്റെ റേഡിയസ് ഒരു 4 സെൻറ്റിമീറ്റർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ആ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നത്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെയാണ് ട്രയാങ്കിൾ എന്ന് വിചാരിക്കുക. വൺ ഓഫ് ദ ആംഗിൾ ഓഫ് ദ ട്രയാങ്കിൾ, ഇതിൽ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ദാ ഇവിടെ 40 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു ട്രയാങ്കിൾ കേട്ടോ. അങ്ങനെയാണെങ്കിൽ വാട്ട് പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഈ ഒരു ട്രയാങ്കിളാണ് ഷെയ്ഡ് ചെയ്തതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ ഭാഗത്തിൻ്റെ എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സർക്കിൾ എന്ന് പറയുന്നത്, ഒരു വൃത്തം എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഓക്കെ, 360 ഡിഗ്രി. ഈ 360 ഡിഗ്രിയിൽ വെറും 40 മാത്രമാണ് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഭാഗം. അപ്പോൾ ഇത് എത്ര ഭാഗം ഉണ്ടെന്ന് അറിയണം. അപ്പോൾ ടോട്ടൽ നമുക്കറിയാം 360 ആണ്. എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തേക്കുന്നത്? 40. അപ്പം 40/360 എഴുതുക. ഇനി നിങ്ങൾ ഇതൊന്ന് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ വെട്ടിച്ചെറുതാക്കുകയോ ചെയ്യുക. നമ്മൾ സീറോസ് കട്ട് ചെയ്തു. പിന്നെ എത്രയാണ്? 4/36 ആണുള്ളത്. 4ൻ്റെ ടേബിളിൽ 36 പോവില്ലേ? പോകും. 4 എത്ര വട്ടം പോവുക? 4ൻ്റെ ടേബിളിൽ ഒരു വട്ടം. ഇനി 36 എത്ര വട്ടമാണ് 4ൻ്റെ ടേബിളിൽ പോവുക? 9 വട്ടമാണ് പോവുക. അപ്പോൾ 1/9. 1/9 ആണ് എന്ത്? ഇതിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു 40 ഡിഗ്രി ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് 1/9 പോർഷൻ. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? സർക്കിളാണ്, അവിടുത്തെ റേഡിയസ് 4 സെൻറ്റിമീറ്റർ. അത് വെച്ച് നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. ഇത് 40 ഡിഗ്രി ആണെന്ന് പറഞ്ഞിരിക്കുന്നു. ടോട്ടൽ നമുക്കറിയാം 360 ആണ്. അപ്പോൾ ഇത് എത്ര ഭാഗമാണ്? 40/360. 1/9 ഭാഗം. ഈ 9 ഭാഗത്തിൽ ഒരു ഭാഗമാണ് എന്ത്? ഷെയ്ഡ് ചെയ്തേക്കണ പോർഷൻ. ഇനി മെഷർ ആൻഡ് റൈറ്റ് ദ അതർ 2 ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ട്രയാങ്കിളിൻ്റെ ഇപ്പോൾ ഇവിടെ നമുക്ക് 40 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഭാഗങ്ങൾ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സർക്കിളിലെ ടോട്ടൽ 360 ആണെന്ന് മനസ്സിലായല്ലോ. ട്രയാങ്കിളിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഓക്കെ, 180 ഡിഗ്രിയിൽ ഒരു ഭാഗം തന്നിട്ടുണ്ട് 40 ഡിഗ്രി. അപ്പോൾ നമ്മൾ ബാക്കി എത്രയുണ്ടാവും? 180ൽ നിന്ന് 40 കുറയ്ക്കുക. അപ്പോൾ 140 ആണ് ബാക്കി വരേണ്ട ആംഗിൾ. നമുക്കിവിടെ രണ്ട് ആംഗിൾ കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 140 / 2 ചെയ്യാം. 140നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 70. 70 ആണ് നമുക്ക് കിട്ടുന്ന ആംഗിൾ. ഇനി നിങ്ങൾക്ക് കിട്ടിയ ആൻസർ കറക്റ്റ് അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. എങ്ങനെയാണ്? ഇവിടെ നമ്മൾ 14 ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു 270 നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ കണ്ടുപിടിച്ചു. അപ്പോൾ 0. 7ഉം 7ഉം കൂട്ടിക്കഴിഞ്ഞാൽ 14. 14ൻ്റെ ഒപ്പം 4 കൂട്ടിക്കഴിഞ്ഞാൽ 18. 180. കണ്ടോ? 180 ഡിഗ്രി കിട്ടി. ഇനി ഹൗ മെനി ട്രയാങ്കിൾസ് ക്യാൻ ബി ഡ്രോൺ ലൈക്ക് ദിസ്? ഇതുപോലെ എത്ര ട്രയാങ്കിളാണ് നമുക്ക് ഇതിൽ വരയ്ക്കാൻ പറ്റുകയെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇൻഫിനിറ്റി. നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. കാരണം എന്താ, എത്ര ട്രയാങ്കിൾ വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. എത്ര വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. ഇങ്ങനെ വരച്ച് എത്ര ട്രയാങ്കിൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ വരച്ചെടുക്കാം. ഇനി വിച്ച് ഓഫ് ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് അബൌട്ട് ദ ട്രയാങ്കിൾ ഇൻസൈഡ് ദ സർക്കിൾ? ഇങ്ങനെ വരയ്ക്കുന്ന ഈ സർക്കിളിൻ്റെ അകത്ത് വരയ്ക്കുന്ന ഈ ഒരു ട്രയാങ്കിളിൻ്റെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. അതിൽ ഏതൊക്കെ കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൺ ഓഫ് ദ ആംഗിൾ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 90 ഡിഗ്രി വരുന്നതാണ് റൈറ്റ് ആംഗിൾ. പക്ഷെ ഇവിടെ നമുക്ക് 40ഉം 70ഉമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് റൈറ്റ് ആംഗിൾ ആണോ? അല്ല. അപ്പോൾ ഇത് തെറ്റാണ്. ദ 2 സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ആർ ഈക്വൽ. രണ്ട് ഭാഗം ട്രയാങ്കിളിൽ ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണല്ലോ. ഇവിടെ 17ഉം ഇവിടെ 17ഉം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് ആംഗിൾ ഈക്വൽ ആയി കഴിഞ്ഞാൽ അവരുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സും ഈക്വൽ ആവും. ഞാൻ വളരെ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇവിടെ 40 ഡിഗ്രി, ഇവിടെ 70, ഇവിടെയും 70. ഇങ്ങനെ ഈക്വൽ ആയിട്ട് ആംഗിളുകൾ വരുമ്പോൾ ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ സൈഡും ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ രണ്ട് സൈഡ്സും ഈക്വൽ ആണ്. ഇനി ദ 3 സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ആർ ഈക്വൽ. അത് തെറ്റാണല്ലോ. അത് തെറ്റാണ്. ഇത് ശരിയാണ്, ഇതും തെറ്റാണ്. ദ 3 ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ ആർ ലെസ് ദാൻ 90 ഡിഗ്രി. 90 ഡിഗ്രിയേക്കാൾ താഴെയാണ് 3 ആംഗിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആണല്ലോ. നമുക്ക് 40ഉം
70ഉം 70ഉമാണ് കിട്ടിയിരിക്കുന്നത്. ഇത് 90 ഡിഗ്രിയൊക്കെ താഴെയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്? 2ഉം 4ഉമാണ് കറക്റ്റ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് Next question. The inner length, width, height of a rectangular water tank are 90 cm, 70 cm, 50 cm. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദ ടാങ്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഇതാണെങ്കിൽ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 90 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 70 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, എങ്ങനെയാണ്? അപ്പോൾ അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് ഇക്വേഷൻ വരുന്നത്. അപ്പം 90 ഇൻറ്റു 17 ഇൻറ്റു 15. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 315 ആണ് ആൻസർ കിട്ടുക കേട്ടോ. നിങ്ങൾക്ക് ഈ വലിയ നമ്പേഴ്സൊക്കെ കാണുമ്പോൾ ഇതെങ്ങനെ ഇൻറ്റു ചെയ്യാന്നുള്ള ഡൗട്ടൊക്കെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? സീറോസൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ആദ്യം 9 ഇൻറ്റു 7 ചെയ്യുക, പിന്നെ ആ ആൻസർ ഇൻറ്റു 5 ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. ഇനി അതിൻ്റെ ഒപ്പം ലാസ്റ്റ് ഈ 3 സീറോസും നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ 315 അല്ലെങ്കിൽ 3,50,000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് നമുക്ക് അവിടെ കിട്ടുന്ന ആൻസർ കേട്ടോ. നമുക്ക് അങ്ങനെ ക്യൂബിക് സെൻറ്റിമീറ്ററിൽ വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ആ ഒരു ക്യൂബിക് സെൻറ്റിമീറ്റർ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1000 ഒരു ലിറ്റർ ആണെങ്കിൽ 3,15,000 അഥവാ 3,50,000 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ലിറ്ററിലേക്ക് ആക്കുമ്പോൾ ഡിവൈഡഡ് ബൈ 1000 ചെയ്യുക. അപ്പോൾ 350 ലിറ്റർ നമുക്ക് കിട്ടും. 350 ലിറ്റർ. ഇനി നൗ ദ ടാങ്ക് ഹോൾഡ് 189 ലിറ്റർ ഓഫ് വാട്ടർ. ഹൗ ഹൈ ഈസ് ദ വാട്ടർ ഇൻ ദ ടാങ്ക്? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡയറക്റ്റായിട്ട് ഹൈറ്റ് എത്രയാണ് അങ്ങനെയല്ല അവർ ചോദിച്ചിരിക്കുന്നത്. അവർ ചോദിച്ചിരിക്കുന്നത് ഹൗ ഹൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രത്തോളം ഉയരം ഉണ്ട് ആ വാട്ടർ ടാങ്കിന് എന്ന്. എന്താ പറഞ്ഞിരിക്കുന്നത്? ടാങ്കിന് 189 ലിറ്റർ ഓഫ് വാട്ടർ ഉണ്ടെന്ന് പറഞ്ഞു. ഈ 189 ലിറ്റർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വോളിയമാണ്. അപ്പോൾ അവിടുത്തെ വോളിയം തന്നിട്ടുണ്ട്, അവിടുത്തെ ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ടാങ്കിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ വിഡ്ത്തും ഒക്കെ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഈ സെയിം കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാം. ജസ്റ്റ് നമുക്കിവിടെ 189 ലിറ്റർ ഉണ്ട്. അതേ ആ ഒരു റെക്റ്റാങ്കിൾ തന്നെ 90 സെൻറ്റിമീറ്റർ വരുന്ന ആ ഒരു ലെങ്ത്തും 70 സെൻറ്റിമീറ്റർ വരുന്ന ആ ഒരു വിഡ്ത്തും ഹൈറ്റ് എന്ന് പറയുന്നതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് 189 ലിറ്ററും തന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ ആദ്യമായിട്ട് വേണ്ടത് 189 ലിറ്റർ നമ്മൾ ക്യൂബിക്കിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞു 1000 ലിറ്ററിന് അല്ലെങ്കിൽ 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 189 ക്യൂബിക്കിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 189 ഇൻറ്റു 1000 ചെയ്യുക. അപ്പോൾ നമുക്ക് 1,89,000 ക്യൂബിക് സെൻറ്റിമീറ്റർ കിട്ടും. അങ്ങനെയാണെങ്കിൽ അത് വെച്ചിട്ട് വേണമെങ്കിൽ നമ്മൾ ഇക്വേഷനിൽ കൊടുക്കണം. ഓൾറെഡി നമുക്ക് ഇക്വേഷൻ അറിയാം, വോളിയം ഈക്വൽ ടു എന്തായിരുന്നു? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആയിരുന്നു. അപ്പോൾ വോളിയം ഇവിടെ നമുക്ക് 1,89,000 ഈക്വൽ ടു ലെങ്ത് എന്ന് പറയുന്നത് 19, വിഡ്ത്ത് എന്ന് പറയുന്നത് 17, ഹൈറ്റ് എന്ന് പറയുന്നത് അറിയില്ല, അതാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി നമ്മൾ താഴേക്ക് അത് നമ്മൾ എന്തെങ്കിലും അവിടെ മാനിപ്പുലേഷൻ ചെയ്യാനുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ 19 ഇൻറ്റു 17 നമ്മൾ ഇൻറ്റു ചെയ്തു. ആ കാൽക്കുലേഷൻ ചെയ്തിട്ട് 6,300 6,300 കിട്ടി. അപ്പോൾ 1,89,000 ഈക്വൽ ടു 6,300 ഇൻറ്റു എച്ച് വന്നു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റിനെ മാത്രമാണ്. അപ്പോൾ ഹൈറ്റിനെ മാത്രം അവിടെ നിർത്തുക. ഇവിടെയുള്ളത് ഇൻറ്റു ആണല്ലോ. ഈ ഇൻറ്റു ഇവിടെ നമ്മൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതെന്തായിട്ട് മാറും? ഡിവിഷനായിട്ട് മാറും. ഈ ഇൻറ്റു എന്ന് പറയുന്നത് രണ്ടാൾക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ 6,300നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു മാറി ഡിവിഷനായിട്ട് മാറും. അങ്ങനെയാണ് 1,89,000 ഡിവൈഡഡ് ബൈ 6,300 വന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടുത്തെ സീറോസൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇനി 1,890 ഡിവൈഡഡ് ബൈ 63 ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഹൈറ്റ് കിട്ടും 30 സെൻറ്റിമീറ്റർ. 189 63 18ൽ ഇല്ല. അപ്പോൾ നമ്മൾ 189 എടുത്തു. 189ലാണ് 63 ഇൻറ്റു 3 ചെയ്യുമ്പോൾ നമുക്ക് 189 കിട്ടുന്നു. അപ്പോൾ അത് എത്ര വട്ടം? 3 വട്ടം. 3 ഇൻറ്റു 63 189 0 0 0. ഈ 0 നമ്മൾ എന്ത് വേണം? ഇങ്ങോട്ട് കയറ്റി എഴുതണം. മനസ്സിലായില്ലേ? അപ്പോൾ 63ൽ എത്ര നമ്പർ ഇൻറ്റു ചെയ്യുമ്പോഴാണ് 189 അതിനോട് അടുത്തുള്ള നമ്പേഴ്സ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണ് നിങ്ങൾ ഡിവിഷൻ ചെയ്യുക കേട്ടോ. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇവിടെ എത്രയുള്ളൂ ഒന്നും കൂടി പറഞ്ഞുതരാം മിസ്സ്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ എടുക്കുന്നു, ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എടുക്കുന്നു. ഇവിടെ നമുക്ക് ഓൾറെഡി വോളിയം രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതുകൊണ്ട് അതുപോലെ എഴുതി. അപ്പോൾ നമ്മളിവിടെ അതിനെന്ത് ചെയ്തു? ആദ്യം ക്യൂബിക്കിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഒരു ആൻസർ കിട്ടി. എന്നിട്ട് നമ്മൾ ആ ഇക്വേഷൻ പ്രകാരം ലെങ്ത് ഇൻറ്റു
വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അറിയില്ല എച്ച് എന്ന് എഴുതി. എന്നിട്ട് ഈ ഒരു കാൽക്കുലേഷൻ ചെയ്തു. അപ്പോൾ നമുക്ക് 6300 ഇൻറ്റു എച്ച് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എച്ച് മാത്രമാണ്. അപ്പോൾ എച്ചിനെ മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാവരും ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ 1,89,000 ഒപ്പം ഇൻറ്റു അല്ല ഡിവിഷൻ. എങ്ങനെയാണ് ഡിവിഷൻ വന്ന്? ഇവിടെ ഇൻറ്റു ആയിരുന്നു. ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ അത് ഡിവിഷനായിട്ട് മാറി. അങ്ങനെ 6300 ഈക്വൽ ടു എച്ച്. ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 13 കിട്ടും. ക്ലിയർ ആയല്ലോ? ക്വസ്റ്റ്യൻ, which is the correct statement about the change in the volume of the tank if its length, width, height are double? ലെങ്ത്ത് അതുപോലെ ഹൈറ്റ് വിഡ്ത്ത് ഒക്കെ ഒന്നും കൂടി ഡബിൾ ആയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വോളിയം എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം നോക്കിയാൽ ലെങ്ത്ത് നമുക്കറിയാം. വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഇവിടുത്തെ വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ലെങ്ത്ത് ഡബിൾ ആയി കഴിഞ്ഞാൽ 2 ആയല്ലോ, 2Li. അതുപോലെ വിഡ്ത്ത് ഡബിൾ ആയി കഴിഞ്ഞാൽ 2W. ഹൈറ്റ് ഡബിൾ ആയി കഴിഞ്ഞാൽ 2H ആയല്ലോ. ഈ 2 ഇൻറ്റു 2 എത്രയാണ്? 4. 4 ഇൻറ്റു 2 എത്രയാണ്? 8. അപ്പോൾ എത്രയായി? 8 ടൈംസ് ആയി. അപ്പോൾ ശരിയായിട്ടുള്ള ആൻസർ എത്രയാണ്? ദ വോളിയം ഇൻക്രീസ് ബൈ 8 ടൈംസ്. ക്ലിയർ ആയില്ലേ? ഇനി ക്വസ്റ്റ്യൻ 3. അവിടെ 2 ഭാഗം എയും ബിയും ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ചില ആൾക്കാർ എല്ലാം അറ്റൻഡ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് അറ്റൻഡ് ചെയ്താൽ മതി. എല്ലാം അറ്റൻഡ് ചെയ്തുകൊണ്ട് എല്ലാ മാർക്കും കിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പുള്ള ആൻസേഴ്സ് മാത്രം നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യാം. ഇവിടുത്തെ ക്വസ്റ്റ്യൻ, ബൈ വിച്ച് നമ്പർ ഷുഡ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബി ഡിവൈഡഡ് ടു ഗെറ്റ് ദ ലോവസ്റ്റ് ടേം 12, 15? 12, 15ൻ്റെ ഏറ്റവും ലോവസ്റ്റ് ടേം കിട്ടാനായിട്ട് 12ഉം 15ഉം ഏത് നമ്പറായിട്ട് ഡിവൈഡ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ അർത്ഥം ഇത്രയേ ഉള്ളൂ. 12 ന്യൂമറേറ്റർ, 13 ഡിനോമിനേറ്റർ. ഈ 2 നമ്പറും ഏറ്റവും ചെറുതിലേക്ക്, ചെറിയ ലോവസ്റ്റ് ടേമിലേക്ക് എത്തണമെങ്കിൽ ഏത് നമ്പറായിട്ട് ഡിവൈഡ് ചെയ്യണം? അപ്പോൾ നിങ്ങൾ ഇവിടെ 13 അല്ല 15. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 12ഉം 15ഉം പോകുന്നത് ഏതൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലാണെന്ന് നോക്കണം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 1ൻ്റെ ടേബിളിൽ എല്ലാം പോവും. 1ൻ്റെ ടേബിളിൽ 12 കിട്ടാൻ എത്രയാണ്? 1 ഇൻറ്റു 12 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതേ ആൻസർ തന്നെ വരിക. അതെടുക്കാൻ പറ്റില്ല. 2ൻ്റെ ടേബിൾ എടുത്തു. 2ൻ്റെ ടേബിളിൽ 12 പോവും, പക്ഷെ 15 പോവില്ല. ഇനി 3ൻ്റെ ടേബിൾ എടുത്തു. 3ൻ്റെ ടേബിളിൽ 12 പോവും. എത്ര വട്ടം പോവുക? 4 വട്ടമാണ് പോവുക. ഇനി 15 എത്ര വട്ടം 3ൻ്റെ ടേബിളിൽ പോവുക? 5 വട്ടമാണ് പോവുക. അപ്പോൾ ഏറ്റവും ചെറിയ ടേം ഏതാണ്? 3ൻ്റെ ടേബിളാണ്. ആണല്ലോ. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 12ഉം 15ഉം 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ ടേമായ 4/5 കിട്ടും. അപ്പോൾ ഏതാ നമ്പർ? വിച്ച് നമ്പർ? 3 ആണ് അവിടുത്തെ നമ്പർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇഫ് 60 കേക്ക്സ് ആർ ഡിവൈഡഡ് ഈക്വലി അമംഗ് 6 പീപ്പിൾ. 6 ആൾക്കാരുടെ ഇടയിൽ 16 കേക്ക്സ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ദ പോർഷൻ ദാറ്റ് ഈച്ച് പേഴ്സൺ ഗെറ്റ്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന പോർഷൻസ് ഇസ് ദ സെയിം ആസ് ഇഫ് 8 കേക്ക്സ് ആർ ഡിവൈഡഡ് ഈക്വലി. അതേ പോർഷൻസും 8 കേക്ക് വെച്ചിട്ട് ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന പോർഷൻസും സെയിം ആണ്. അപ്പോൾ എത്ര പേർക്കായിരിക്കും അവിടെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 16 കേക്ക് 6 ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആ പോർഷനും 8 കേക്ക് വെച്ചിട്ട് ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന പോർഷനും സെയിം ആണ്. അപ്പോൾ 8 കേക്ക് വെച്ചിട്ട് കൊടുക്കുമ്പോൾ എത്ര പോർഷൻ ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ അതിനായിട്ട് അവിടെ ആൻസേഴ്സൊക്കെ എഴുതിയിട്ടുണ്ട്. 16 കേക്ക് 6 പേർക്ക്. അപ്പോൾ അതിൻ്റെ പോർഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണം? അതിനെ നമ്മൾ ഒന്ന് ചെറുതാക്കണം. 16ഉം 6ഉം ഏതെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ പോകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ 2ൻ്റെ ടേബിളിൽ നമുക്ക് പോവും. 3ൻ്റെ ടേബിളിൽ പോവില്ല. കാരണം 16 നമുക്ക് 3യുടെ ടേബിളിൽ പോകുന്നില്ല. 2ൻ്റെ ടേബിളിൽ പോവുമല്ലോ. 2ൻ്റെ ടേബിളിൽ 16 എത്ര വട്ടം പോവും? 2ൻ്റെ ടേബിളിൽ 16 കിട്ടണമെങ്കിൽ എത്ര വട്ടം പോവും? 8 വട്ടം. 8 ഇൻറ്റു 2 ആണല്ലോ 16. അപ്പോൾ 8/6 എത്ര വട്ടം പോവും? 3 വട്ടം. 8/3. ഇനി ഇതിനെ നമുക്ക് ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല. കാരണം 3ഉം 8ഉം പോകുന്ന ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളും ഇല്ല. അപ്പോൾ ഈ ഒരു പോർഷൻ തന്നെ കിട്ടണം. എങ്ങനെ? 8 കേക്ക് നമ്മൾ ഇത്ര പേർക്ക് വേണ്ടി ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. ഓക്കെ. അപ്പോൾ ഈ പോർഷനാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എഴുതുകയാണ്. ഇവിടെ മിസ് എഴുതിയിട്ടുണ്ട്. 8 കേക്ക് എത്ര പേർക്കാണെന്ന് അറിയില്ല. എത്രയോ പേർക്ക് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പം നമ്മൾ 16 കേക്ക് 6 പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തപ്പോൾ ആ പോർഷൻ നമ്മൾ ചെറുതാക്കിയിട്ടുണ്ടായിരുന്നു. 8/3 ആക്കിയിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് കിട്ടി. ഇതിൽ നമ്മൾ x ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ x കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുക. 8 ഇൻറ്റു 3 എന്ന് പറയുന്നത് എത്രയാണ്? 8 ഇൻറ്റു 3 എന്ന് പറയുന്നത് 24 ഈക്വൽ ടു ഈ 8 ഇൻറ്റു എക്സ് എത്രയാണ്? 8x. അതിൽ നിന്ന് x ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ
24 ഇവിടെ 8x എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു എക്സ് എന്നാണ് അർത്ഥം. അത് നമ്മൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് എക്സിനെ മാത്രം അവിടെ നിർത്തി, കണ്ടുപിടിക്കേണ്ട ആളെ മാത്രം അവിടെ നിർത്തി 8നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ അവിടെ 8x എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു എക്സ് ഇൻറ്റു ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈൻ, അത് ഡിവിഷനായിട്ട് മാറും. അവിടെ പ്ലസ് ആണെങ്കിൽ മൈനസ് ആവും, മൈനസ് ആണെങ്കിൽ പ്ലസ് ആവും, ഇൻറ്റു ആണെങ്കിൽ ഡിവൈഡ് ആവും, ഡിവൈഡ് ആണെങ്കിൽ ഇൻറ്റു ആവും. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അത് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവിഷനായിട്ട് മാറി, ഈക്വൽ ടു എക്സ്. അപ്പോൾ 24 ഡിവൈഡഡ് ബൈ 8 എന്ന് പറഞ്ഞാൽ എക്സ് നമുക്ക് എത്ര വാല്യൂ കിട്ടും? 3 ആണ് കിട്ടുക. അപ്പോൾ 3 ഈക്വൽ ടു എക്സ്. അപ്പോൾ എക്സ് എത്രയാണ് വാല്യൂ? 3. അപ്പോൾ 8 കേക്ക് 3 ആൾക്കാർക്കായിട്ടാണ് നമ്മളിവിടെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് നിങ്ങൾ ഇതുപോലെ ആൻസേഴ്സ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഉത്തരം കാണേണ്ടത് എന്നുള്ളത്. ഇതേ മോഡൽ തന്നെ നമ്പേഴ്സൊക്കെ മാറിയിട്ടാവും നിങ്ങൾക്ക് വരിക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 42 meters of cloth were bought for shirt of the uniform. It was cut equally to 24 students. How many meters of cloth did each student get? 42 മീറ്ററുള്ള തുണികൾ 24 കുട്ടികൾക്കായിട്ട് ഭാഗിച്ചു. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ഒരു കുട്ടിക്ക് കിട്ടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര മീറ്റർ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ജസ്റ്റ് ആ ഒരു റേഷനിലെ അല്ലെങ്കിൽ ആ ഒരു ഫ്രാക്ഷനിലെ നമ്മൾ നിർത്താൻ പാടില്ല. 42ഉം 24ഉം ഏതെങ്കിലും ടേബിളിൽ പോകുന്നുണ്ടോ എന്ന് നോക്കുക, ചെറുതാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടെ 42ഉം 24ഉം പോകുന്നൊരു ടേബിൾ 6ൻ്റെ ടേബിളിൽ പോകും. അതുപോലെ 2ൻ്റെ ടേബിളിലും പോകും കേട്ടോ. പക്ഷെ അത് നമുക്ക് വീണ്ടും ചെറുതാക്കി വരുമ്പോൾ കുറച്ച് സമയം എടുക്കും, അതുകൊണ്ടാണ്. പിന്നെ പോകുന്നതാണ് 6ൻ്റെ ടേബിളിൽ. 6ൻ്റെ ടേബിളിൽ 42 കിട്ടണമെങ്കിൽ 7 ടൈംസ് ആണ്, 7 ഇൻറ്റു 6 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 42. അതുപോലെ 24 കിട്ടുന്നത് എത്ര ടൈംസാണ്? 4 ടൈംസ് ആണ്. ഓക്കെ, ഇനി 7ഉം 4ഉം ഏതെങ്കിലും ടേബിളിൽ ഇല്ല. അപ്പോൾ ഇവിടെ വെച്ച് അവസാനിച്ചു. പക്ഷെ നമ്മളോട് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, കറക്റ്റ് മീറ്ററാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ നമ്മളത് ഡിവൈഡ് ചെയ്യണം. 7/4 ഡിവൈഡ് ചെയ്യുക. 4ൻ്റെ ടേബിളിൽ 7 പോവോ? 7 പോവില്ല, 8ആണ് പോവുക. പക്ഷെ 8 എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഏറ്റവും ചെറിയ 7നേക്കാൾ ചെറിയ നമ്പർ ഏതാണ് പോകുന്നത്? 4 തന്നെ പോവുള്ളൂ. 1 ഇൻറ്റു 4 4. 7ന്ന് 4 പോയാൽ എത്രയാണ് വരിക? 3ആണ് വരിക. 3 4ൻ്റെ ടേബിളിൽ പോവോ? ഇല്ല. അപ്പോൾ നമ്മളൊരു 0 ആഡ് ചെയ്തു. അടിയിൽ 0 ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ആഡ് ചെയ്യുക. 30 4ൻ്റെ ടേബിളിൽ പോവോ എന്ന് നോക്കുക. 30 4ൻ്റെ ടേബിളിൽ പോവോ? ഇല്ല. പകരം എത്ര പോവും അവിടെ? 27 പോവും. 30ൻ്റെ അടുത്തുള്ള നമ്പർ 27ആണ് കിടക്കുന്നത്. സോറി, 27 അല്ല, 28ആണ് വരിക. അപ്പോൾ 7 ഇൻറ്റു 4 28. ഇവിടെ ബാക്കി എത്ര വരും? 2. 30ന്ന് 28 പോയാൽ 2. 2 4ൻ്റെ ടേബിളിൽ ഇല്ല. വീണ്ടും നമ്മളൊരു 0 ആഡ് ചെയ്തു. ഇനി വീണ്ടും ഇവിടെ പോയിൻ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു പോയിൻ്റേ വരുള്ളൂ ഒരു നമ്പറിൽ. അപ്പോൾ ഇനി നമ്മൾ 24ൻ്റെ ടേബിളിൽ എത്ര ടൈംസ് പോകും നോക്കുക. 5 വട്ടം. ഇവിടെ എന്ത് വരുന്നത്? 20 വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 1.75 ആണ് ആൻസർ കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റും തന്നിട്ടുണ്ട്, അതിൻ്റെ റീസണും തന്നിട്ടുണ്ട്. അത് ശരിയാണോ? അത് രണ്ടും ശരിയാണോ? അതിലേതെങ്കിലും ഒരെണ്ണമാണോ ശരി എന്നുള്ളത് ഓപ്ഷനിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ അവിടുത്തെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 2/3 ഈസ് ദ ലോവസ്റ്റ് ടേം ഓഫ് 24/36. 24/36 ചെയ്യുമ്പോൾ 2/3 ആണ് ഏറ്റവും ചെറിയ ടേം കിട്ടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ഏറ്റവും ചെറിയ ടേം എന്ന് പറയുമ്പോൾ 12ൻ്റെ ടേബിളിൽ 24 പോവും. എത്ര വട്ടം പോവും? 2 വട്ടം പോവും. കണ്ടോ, 12 ഇൻറ്റു 2 എന്ന് പറയുന്നത് 24. അപ്പോൾ 2/36 എന്ന് പറയുന്നത് എത്ര ടൈമാണ് പോവുക? 12 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 6, അതുപോലെ 3 36. അപ്പോൾ 2/3 കിട്ടുന്നുണ്ട്. ഇത് തന്നെയാണ് ഏറ്റവും ചെറിയ ടേം. കാരണം ഇനി 2ഉം 3ഉം പോകുന്ന ഒരു ടേബിളും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പോൾ 24 12 ടേബിളിൽ പോവുക എങ്ങനെയാണ്, അങ്ങനെയൊക്കെ അറിയില്ലെങ്കിൽ നമുക്ക് ചെറുതാക്കി കൊണ്ടുവരാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 24/36. നിങ്ങൾക്ക് ഇത് രണ്ടും പോകുന്ന ടേബിൾ അറിയുന്നില്ല എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 2ൻ്റെ ടേബിളിൽ നോക്കാം. 2ൻ്റെ ടേബിളിൽ എത്ര വട്ടം പോവും? 12 വട്ടമാണ് പോവുക. 24 12 വട്ടം. 36 എത്ര വട്ടം 2ൻ്റെ ടേബിളിൽ പോവുക? അപ്പം നമ്മളത് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കാം കേട്ടോ. 36 ഡിവൈഡഡ് ബൈ 2 എന്ന് നോക്കുക. അപ്പോൾ ഇതിൽ 3 എന്ന് പറയുന്നത് 1 ഇൻറ്റു 2 2 1 16 8 ഇൻറ്റു 2. അപ്പോൾ 18 വട്ടമാണ് പോവുക. ഓക്കെ, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ 18 വട്ടമാണ് പോവുക. ഇനി ഇത് രണ്ടും പോകുന്ന ഏതെങ്കിലും ടേബിൾ ഉണ്ടോ എന്ന് നോക്കുക. ഇത് രണ്ടും പോകുന്ന ടേബിൾ എന്ന് പറയുന്നത് നമുക്ക് 6ൻ്റെ ടേബിളിൽ പോവുമല്ലോ. എത്ര വട്ടം പോവും? 2 വട്ടം 12 കിട്ടും. 18 എത്ര വട്ടം കിട്ടും? 3 വട്ടം കിട്ടും. അപ്പോഴും 2/3. അങ്ങനെ ചെറുതാക്കി നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 2/3 ഈസ് ദ ലോവസ്റ്റ് ടേം ഓഫ് 24/36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ഏതെങ്കിലും രണ്ട് നമ്പേഴ്സും ഏതെങ്കിലും ഒരു
മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ പോകുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് 2/3 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടെ നമുക്ക് മനസ്സിലായി ഇത് ശരിയാണ്. രണ്ടാമത്തെ, ദ ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 24 and 36 is 12 and when the numerator and denominator is divided by 12 the result is 2/3. ഏറ്റവും വലിയ ഫാക്ടർ, കാരണം 24/36 എന്ന് പറയുന്നത് 12ന് മുകളിലുള്ള ഒരു ടേബിളിലും പോകുന്നില്ല. കറക്റ്റായിട്ടുള്ള കാര്യം. കാരണം 13ൻ്റെ ടേബിളിൽ പോകുന്നുണ്ടോ, 14ൻ്റെ ടേബിളിൽ പോകുന്നുണ്ടോ, ഇല്ല. 14ൻ്റെ ടേബിളിൽ പോകുന്നുണ്ടോ എന്ന് നോക്കാൻ ഒരു വഴിയുള്ളൂ. 14 1 × 14 14, 2 × 14 എത്രയാണ് വരിക, 28 വരിക. അപ്പോൾ 24 പോവോ, ഇല്ല. അപ്പോൾ ഏറ്റവും വലിയ ടേം എന്ന് പറയുന്നത് അവിടെ 12 തന്നെയാണ്. പിന്നെ അവരെ നമുക്ക് എന്ത് ചെയ്യാം, 12 കൊണ്ട് ഇപ്പോൾ 24/36 ഇത് രണ്ടും 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്, 2/3 തന്നെയാണ്. ഓക്കെ, അപ്പോൾ 2, 3 ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും റീസണും പറയുന്നത് ശരിയാണ്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ വരിക, സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആ റൈറ്റ്, രണ്ടും കറക്റ്റാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റൈറ്റ് 2 forms of 1/3, 1/5 ഹാവിങ് ദ സെയിം ഡിനോമിനേറ്റർ. ഒരേ ഡിനോമിനേറ്റർ വരുന്ന രീതിയിൽ 1/3ൻ്റെയും 1/5ൻ്റെയും ഒരു ടേം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ്റെ താഴെ നമുക്ക് ഒരേ ഡിനോമിനേറ്റേഴ്സ് കിട്ടണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ട് ഇത്രയേ ഉള്ളൂ. 1/3യും 1/5 ആണ് ഒരേ ഡിനോമിനേറ്റേഴ്സ് കിട്ടേണ്ട നമ്പർ. അപ്പം നമ്മൾ 3 കൊണ്ട് 5 ഇൻറ്റു ചെയ്യുക, 5 കൊണ്ട് 3 ഇൻറ്റു ചെയ്യുക. അപ്പോൾ ഇവിടെ 1/3 × 5, അതുപോലെ 1/5 × 3. ശ്രദ്ധിക്കേണ്ട കാര്യം, താഴെ മാത്രം നമ്മൾ ഇൻറ്റു ചെയ്യാൻ പാടില്ല, മുകളിലും ആ സെയിം നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ ഇവിടെ 5 കൊണ്ടാണല്ലോ ഇൻറ്റു ചെയ്തേക്കുന്നത്, അപ്പം മുകളിലും 5 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇവിടെ 3 കൊണ്ടാണല്ലോ ഇൻറ്റു ചെയ്തേക്കുന്നത്, അപ്പം മുകളിലും 3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ ഇവിടെ കിട്ടുന്ന ആൻസർ 5/15, 3/15. ഇങ്ങനെ 2 നമ്പേഴ്സാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ടേമായിട്ട് പറയാൻ പറ്റും. 5/15ഉം 3/15ഉം നമുക്ക് എഴുതാൻ പറ്റും. ഇനി വേറൊരു ഡിനോമിനേറ്റേഴ്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ 5/15 കിട്ടിയിട്ടില്ലേ, അത് നമുക്ക് ഒരേ ടേംസിൽ എഴുതണമെങ്കിൽ ഈ 5ൻ്റെ ഒപ്പം ഒരു നമ്പർ ഇൻറ്റു ചെയ്യുക, അതേ നമ്പർ തന്നെ 15ൻ്റെ ഒപ്പം ഇൻറ്റു ചെയ്യുക. ഓക്കെ, അപ്പോൾ 5ൻ്റെ ഒപ്പം ഞാനിപ്പോൾ 2 ഇൻറ്റു ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇവിടെ എത്ര കിട്ടും, ഞാനൊന്നുകൂടി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒരു ടേം നമുക്ക് ഓൾറെഡി കിട്ടി കേട്ടോ, 5/15ഉം 3/15ഉം കിട്ടി. ഇനി അത് വെച്ച് വേണമെങ്കിൽ നമുക്കൊരു നമ്പർ, ഇപ്പം നമ്മളിവിടെ 15 അല്ല ആക്കിയത്, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ 13 ആക്കാം. അതും അല്ലെങ്കിൽ 5/15, അതുപോലെ 3/15. ഇത് സെയിം നമ്പർ കൊണ്ട് നിങ്ങൾ ഇൻറ്റു ചെയ്യിപ്പിക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു 5ൻ്റെ ഒപ്പം നമുക്ക് വേണമെങ്കിൽ 2 ഇൻറ്റു ചെയ്യിപ്പിക്കാം. അപ്പോൾ 2 സ്ഥലത്തും 2 ആക്കാം. അപ്പോൾ 10/13 കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഇൻറ്റു ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും, 6/13 കിട്ടും. ഇങ്ങനെയും നിങ്ങൾക്ക് എഴുതാം കേട്ടോ, ഇങ്ങനെയും നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ എവിടെയാണോ ഒരേ നമ്പർ വൈസ് നിങ്ങൾ ഇൻറ്റു ചെയ്യിപ്പിക്കുക നോക്കുക 2 നമ്പറിലും, അപ്പോൾ നമുക്ക് ഒരുപോലുള്ള ഡിനോമിനേറ്റേഴ്സ് കിട്ടും. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് will 21/27 be there in the different forms of 2/3? Why? 21/27 എന്ന് പറയുന്നത് നമുക്ക് 2/3യുടെ ഫോമിലേക്ക് ആക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 21/27 ഇത് രണ്ടും പോകുന്ന ഏതെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടോ എന്ന് നോക്കുക. ഇത് 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ പോവും. എത്ര വട്ടമാണ് പോവുക, 21 7 വട്ടം. 7 × 3 ആണല്ലോ 21 എന്ന് പറയുന്നത്. അതുപോലെ 27 എന്ന് പറയുന്നത് 9 വട്ടമാണ് പോവുക. ഇനി ഈ 7ഉം 9ഉം ഏതെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ പോവില്ല. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇവിടെ 2/3 കിട്ടുക, അപ്പോൾ നമുക്കത് കിട്ടില്ല. അപ്പോൾ അത് നമ്മൾ എഴുതി വെച്ചു. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 7/9 കിട്ടുക, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 2/3. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 1/3 ഡിവൈഡഡ് ഇൻറ്റു 4 ഈക്വൽ ടു പാർട്ട്. അപ്പോൾ 1/3 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3 തന്നെയാണ്. അത് 4 ഈക്വൽ ഭാഗമാക്കി, 3 4 ഈക്വൽ ഭാഗമാക്കി. അപ്പോൾ ഇങ്ങോട്ട് വന്നു 1/4 ഡിവൈഡഡ് ഇൻറ്റു 3 ഈക്വൽ പാർട്ട്. 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 4 തന്നെയാണ്. ഓക്കെ, അപ്പോൾ 4/3 വന്നു. ഇനി 2/1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 × 1 എത്രയാണ്, 2 ആണ്. അത് 3 ഈക്വൽ ഭാഗമാക്കി. അപ്പോൾ ഇതാണ് ആൻസർ കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ 4 ഹാസ് 2 ക്വസ്റ്റ്യൻ. 4Aയും Bയും ഉണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണമാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ എല്ലാ ആൻസേഴ്സും കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 + 1/4 = 3/4. 3/4 + 1/8 = 7/8. 7/8 + 1/16 = 15/16. നെക്സ്റ്റ് നമ്പർ എന്തായിരിക്കും എന്ന് നോക്കിയാൽ ഇവിടുത്തെ ആൻസറാണ് ഇവിടുത്തെ ആൻസറാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. അപ്പോൾ അടുത്തതിൽ 50/16 ആണ് ആദ്യം വരിക. മനസ്സിലായല്ലോ. ഇനി ഇവിടെ 4 വന്നു.
4ൻ്റെ ഒപ്പം 4 ഇൻറ്റു 2 ചെയ്തപ്പോൾ 8 വന്നു. 8ൻ്റെ ഒപ്പം 8 ഇൻറ്റു 2 ചെയ്തപ്പോൾ 16 വന്നു. ഇനി 16ൻ്റെ ഒപ്പം നിങ്ങൾ 2 ഇൻറ്റു ചെയ്യുക. അത് 16 ഇൻറ്റു 2 62 എന്ന് പറയുന്നത് 12 ആണ്. 132 കണ്ട 1/32 വന്നു. ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 31/32 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതെങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? അവിടെ ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ ചെയ്തൂടെ? ഇവിടെ 3 ഇൻറ്റു 2 പ്ലസ് 1 എന്ന് പറയുന്നതാണ് 7. അങ്ങനെയാണെങ്കിൽ 7 ഇൻറ്റു 2 പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ഇൻറ്റു 2 14 പ്ലസ് 1 15. ഇനി നെക്സ്റ്റ് വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതുപോലെ തന്നെ ഈ ഒരു 15 ഇൻറ്റു 2 പ്ലസ് 1 15 ഇൻറ്റു 2 13 പ്ലസ് 1 31 കണ്ടോ? എന്നിട്ട് നമ്മൾ ആ 31ൻ്റെ നെക്സ്റ്റ് നമ്പർ ബൈ 32 എന്ന് എഴുതി. ഇവിടെ 3/4 7/8 15/60 31/32. ഇനി നെക്സ്റ്റ് ഇവിടുത്തെ നമ്പർ എത്രയായിരിക്കും? 31 ഇൻറ്റു 2 പ്ലസ് 1 ആയിരിക്കും. അപ്പോൾ 31 ഇൻറ്റു 2 എന്ന് പറയുന്നത് 62 ആണ്, പ്ലസ് 1 എന്ന് പറയുന്നത് 63. ക്ലിയർ ആയില്ലേ? അവിടെ ഒരു പാറ്റേൺ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ ആൻസർ കിട്ടും കേട്ടോ. ഇത് വേറെ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ചൂസ് ചെയ്യണ ഒരു പാറ്റേൺ അനുസരിച്ചിരിക്കും. ഇനി ഇവിടുത്തെ ബി ക്വസ്റ്റ്യൻ, milk is kept in a large vessel and a small vessel. There is 8 3/4 liters of milk in the large vessel. If 1/4 liters of milk is poured from the large vessel to the small vessel, the quantity of milk in both the vessel become the same. What is the quantity of milk in the small vessel in the beginning? ഇപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വഴി എഴുതി വയ്ക്കുക. എന്ന് പറയുമ്പോൾ ഇവിടെ എഴുതി വയ്ക്കുക, milk in large vessel ഈക്വൽ ടു 8 3/4. എന്നിട്ട് അടുത്തത് എഴുതാം, മിൽക്ക് ഈസ് പോർഡ് ഫ്രം ദ ലാർജ് വെസൽ ടു സ്മോൾ വെസൽ. അപ്പോൾ മിൽക്ക് ഈസ് പോർഡ് ഫ്രം ഈ ലൈൻ എഴുതി വയ്ക്കുക. എന്നിട്ട് ഈക്വൽ ടു 1/4 അങ്ങനത്തെ ലൈൻസൊക്കെ എഴുതി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ആ വഴി എഴുതിയതിന് മാർക്ക് വരും കേട്ടോ. എല്ലാവർക്കും ഇപ്പോൾ ആൻസറിലേക്ക് എത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വഴി അത് ക്വസ്റ്റ്യനിലുള്ള ഓരോ കാര്യങ്ങളും എടുത്ത് എഴുതി വയ്ക്കുക. അതിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് സ്മോൾ വെസലിൽ ഇനീഷ്യലി എത്ര ഉണ്ടാവും? ഇനീഷ്യലി എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ആ സ്മോൾ ചെറിയൊരു വെസലിൽ എത്ര പാലുണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യമൊക്കെ എടുത്തെഴുതാം. നേരത്തെ മിസ് പറഞ്ഞ പോലെ തന്നെ ലാർജ് വെസലിൽ തുടക്കത്തിൽ 8 3/4 ആണ് ഉണ്ടാവുക. അപ്പോൾ ഈ 8 3/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 8.75 ലിറ്റർ എന്നാണ് പറയുക. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 100ൽ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അത് 25 ഓക്കെ. അപ്പോൾ നമ്മൾക്ക് 0.25 എന്ന് നമ്മൾ എഴുതും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ 3/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75/100 ആണ്. അപ്പോൾ നമ്മൾ 0.75 എന്ന് എഴുതും. ക്ലിയർ ആയില്ലേ? അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, മിസ് പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ 8 3/4 എന്നുള്ളത് നമ്മൾ 8.75 ലിറ്ററിന് എഴുതി. മിൽക്ക് പോർഡ് ടു സ്മോൾ വെസൽ, ചെറിയ വെസലിലേക്ക് എത്ര ഭാഗമാണ് ഒഴിച്ചത്? 1/4. ഇപ്പോൾ 1/4 എന്ന് പറയുന്നത് 100ൽ 4 ഇപ്പോൾ ഒരു 100 ആയിട്ട് നമ്മൾ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ഭാഗം എന്ന് പറഞ്ഞാൽ 25. അപ്പോൾ 1.25 ലിറ്റർ ആണ് ഉണ്ടാവുക. അപ്പോൾ ലാർജ് വെസൽ ആഫ്റ്റർ പോറിങ്, അപ്പോൾ നമ്മൾ പറഞ്ഞു ചെറിയ വെസലിലേക്ക് നമ്മൾ ഒരു 1/4 ഭാഗം ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ആ വലിയ വെസലിൽ എത്ര ഉണ്ടാവും? അപ്പോൾ 8.75 മൈനസ് 1.25 7.5 ലിറ്റർ ആണ് ഉണ്ടാവുക കേട്ടോ അതിൽ. ഇനി ആ ക്വസ്റ്റ്യനിലോട്ട് ഒന്നും കൂടി വരുമ്പോൾ ക്വസ്റ്റ്യനിൽ എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ചെറിയ വെസലിലെ ആ പാൽ ഒഴിക്കുന്നതിന് മുമ്പ് എത്ര മിൽക്ക് ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിലേക്കാണ് നമ്മൾ എത്തേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചത് എത്രയാണ്? ആദ്യം ആ വലിയ വെസലിൽ ഉണ്ടായിരുന്ന മിൽക്ക് എന്ന് പറയുന്നത് 8.75 ആണ്. അതിൽ നിന്ന് 1.25 എന്ന് പറയുന്നത് ഈ ചെറിയ ആ ഒരു വെസലിലേക്ക് ഒഴിച്ചു. 1.25 എന്ന് പറയുന്നത് ഓൾറെഡി ഇതിൽ കുറച്ച് മിൽക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അതിലേക്കാണ് 1.25 ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വലിയ വെസലിൽ നിന്ന് ഈ 1.25 ലിറ്റർ പാൽ ഒഴിച്ചപ്പോൾ ഇതിൽ ബാലൻസ് എത്രയുണ്ട്? 7.5 ലിറ്റർ ഉണ്ട്. വലിയ വെസൽ 8.75 ആയിരുന്നു. അതിൽ നിന്ന് 1.25 ഒഴിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് 7.5 ലിറ്റർ ആണല്ലോ. ആ ഒരു മെഷർമെൻറ്റും ഇപ്പം നമ്മൾ ഈ വെസലിലേക്ക് പാൽ ഒഴിച്ചതിന് ശേഷമുള്ള ടോട്ടലുള്ള ലിറ്ററും തമ്മിൽ സെയിം ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയേണ്ടത് എന്താ? തുടക്കത്തിൽ എത്ര പാലുണ്ടായിരുന്നു എന്നാണ് അറിയേണ്ടത്. അപ്പോൾ അത് നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ അതിന് എക്സ് ഇട്ട് കൊടുത്തു. എപ്പോഴും കണ്ടുപിടിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ എന്താ ഇട്ട് കൊടുക്കുക? എക്സ് എന്നാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എക്സ് ലിറ്റർ ആണ്. അതിൻ്റെ ഒപ്പം ഇവർ കുറച്ച് പാൽ ഒഴിച്ചുല്ലോ, അതെത്രയാണ്? 1.25 ലിറ്റർ. അപ്പോൾ അതിലുണ്ടായിരുന്ന പാലും ഈ ഒരു കുറച്ച് പാൽ ഒഴിച്ചപ്പോൾ ഉള്ള പാലും കൂടി കൂട്ടിയപ്പോൾ അവർ പറഞ്ഞു
ഇതിൽ നിന്ന് ഇത്രയും മെഷർമെൻ്റ് ഉണ്ടല്ലോ, ആ 1.25 വലിയ വെസലിൽ നിന്ന് പോയപ്പോൾ എത്രയാണോ അളവ് അത് തന്നെയാണ് അവിടുത്തെയും അളവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. 1.25 കിട്ടിയ വെസലിൻ്റെ അളവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് x + 1.25 എന്ന് പറയുന്നത് 7.5 ലിറ്ററാണെന്ന് എഴുതാൻ പറ്റും. മനസ്സിലായല്ലോ? വലിയ വെസൽ ഇവിടെ 8.75 ആണ് ഉണ്ടായിരുന്നത്. ഇത് ചെറിയ വെസൽ. ഇതിൽ ഓൾറെഡി ഉള്ള പാല് x ആണ്. ഇവിടെ നിന്ന് നമ്മൾ 1.25 ഇങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ഇവിടുത്തെ അളവ് 7.5 ആയി. ഇവിടേക്ക് ഈ പാൽ ഒഴിച്ചപ്പോൾ ഇവിടെയും 7.5 ആയി. ഇതിൽ നിന്നാണ് എനിക്ക് ഈ x കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാനത് ലൈൻ വഴി എഴുതി. x + 1.25 എന്ന് പറയുന്നത് 7.5 ആണ്. അവിടെ എക്സിനെ മാത്രം നമ്മൾ നിർത്തുക, ബാക്കി എല്ലാവരും നമ്മൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരിക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ പ്ലസ് ആയിട്ടാണ് കിടക്കുന്നത്. അത് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആവും. അപ്പോൾ 7.5 മൈനസ് 1.25. ഇതിൻ്റെ മുകളിൽ നമുക്കൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ 0 ഇട്ട് കൊടുക്കുക. 7.5 0 ഇട്ട് കൊടുക്കുക. 0 നിന്ന് 5 പോയില്ല, നമ്മൾ 10 ആക്കി. 1 കടം മേടിച്ചു, ബോറോ ചെയ്തു. 10 നിന്ന് 5 പോയി കഴിഞ്ഞാൽ എത്ര? 5 ആണ്. ഇവിടെ നമ്മളിപ്പോൾ ഈ 5 നിന്നാണല്ലോ അങ്ങോട്ട് മേടിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ 4 നിന്ന് 2 പോയാൽ എത്ര? 2 ആണ്. 7 നിന്ന് 1 പോയാൽ 6. അപ്പോൾ 6.25 അല്ലെങ്കിൽ 6/1/4 ലിറ്ററാണ് അവിടുത്തെ ആൻസർ വരുന്നത്. ക്ലിയർ ആയല്ലോ? ക്വസ്റ്റ്യൻ എപ്പോഴും നിങ്ങൾ ശരിക്കും വായിക്കണം കേട്ടോ. നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് ഇങ്ങനെ ഒരു വെസലായിരുന്നു. ഇതിൽ ടോട്ടൽ 8.75 ആയിരുന്നു ഉണ്ടായിരുന്ന മിൽക്ക്. അതുപോലെ ചെറിയൊരു വെസലുണ്ടായിരുന്നു. അതിൽ ഓൾറെഡി എക്സ് എന്ന് പറഞ്ഞ അളവിൽ ഒരു പാലുണ്ടായിരുന്നു. ഇതിൽ നിന്ന് 1.25 ഇങ്ങോട്ട് ഒഴിച്ചു. അപ്പോൾ ഇവിടെ 7.5 ആയി അളവ്. ഈ മെഷർമെൻറ്റ് തന്നെയാണ് ഈ പാൽ ഒഴിച്ചതിന് ശേഷം ഇതിൽ കിട്ടിയിരിക്കുന്ന അളവും. ഓക്കെ, അതിൽ നിന്നാണ് ഞാൻ ഈ എക്സ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എയും ബിയും തമ്മിൽ മാച്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ 1/2 + 1/3 എന്ന് പറയുന്നത് എത്രയാണ്? 1 × 3 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് നിങ്ങളിവിടെ ചെയ്യേണ്ടത്. 1 × 3 അതുപോലെ 1 × 2 പിന്നെ 2 × 3. 1 × 3 എന്ന് പറയുന്നത് 3 ആണ്. പ്ലസ് 1 × 2 എന്ന് പറയുന്നത് 2 ആണ്. ബൈ 2 × 3 എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ എത്ര കിട്ടുക? 5/6 ആണ് കിട്ടുക. ഇതിൽ 5/6 ഇല്ലേ? ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ആൻസർ ഇത് തന്നെയാണ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 1/3 + 1/5. 1 × 5 5 പ്ലസ് 1 × 3 3 പ്ലസ് 5 × 3 15 ആണ് വരിക. അപ്പോൾ എത്രയാ? 8/15 ആണ് വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ആൻസർ ഇതാണ്. മൂന്നാമത്തെ ആൻസർ എന്ന് പറഞ്ഞ് നോക്കാം. അപ്പോൾ ആദ്യത്തെ ആൻസർ ഇത് കിട്ടി, രണ്ടാമത്തെ ആൻസർ ഇത് കിട്ടി, മൂന്നാമത്തെ ആൻസർ 1/3 + 1/4. 1 × 4 4 പ്ലസ് 1 × 3 3 ബൈ 3 × 4 12. അപ്പോൾ എത്രയാ? 7/12. അപ്പോൾ ഇതാണ് ആൻസർ. സിമ്പിളാണല്ലോ. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു വെസലിൽ 5 ലിറ്റർ പാലുണ്ട്. അതിൽ ഒരു ഭാഗം അരി എടുത്തു. എങ്ങനെയാണ്? 6 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തതിന് ശേഷം. അപ്പോൾ ടോട്ടൽ എത്രയായിരുന്നു മിൽക്ക് എന്ന് പറയുന്നത്? 5 ലിറ്റർ ആണ്. 5 ലിറ്റർ മിൽക്കിൽ നിന്ന് 6 ഭാഗമാക്കി എന്നിട്ടാണ് ഹരി എടുത്തത്. അപ്പോൾ 5/6 ലിറ്റർ ആണ് ഹരി എടുക്കുന്ന ഭാഗം. ഓക്കെ, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഡിഡ് ഹരി ടേക്ക്? ഇനി അടുത്ത ആൾ എത്ര എടുക്കുന്നത്? സുധയുടെ കാര്യം പറയുന്നത് എന്താണ്? 1 part of the milk is taken by Sudha when it is divided into 3 equal part. അപ്പോൾ ഒരു ഭാഗമാണ് 3 ഭാഗമാക്കിയതിന് ശേഷമാണ് സുധ എടുത്തത്. അപ്പോൾ ടോട്ടൽ മിൽക്ക് എത്രയായിരുന്നു? 5 തന്നെയായിരുന്നു. അതിലെത്ര ഭാഗമാക്കി? 3 ഭാഗമാക്കി. അപ്പോൾ 5/3 ആണ് സുധ എടുത്ത ഭാഗം. ഇനി ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഡിഡ് ദേ ടേക്ക് ടുഗദർ? രണ്ടാളും ഒരുമിച്ച് എത്ര ഭാഗം എടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഹരി എടുത്തത് 5/6 ആണല്ലോ. ഹരി എടുത്തത് 5/6 ആണ്. സുധ എടുത്തത് 5/3 ആണ്. ഇവിടെ ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ല. എപ്പോഴും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കാൽക്കുലേഷനൊക്കെ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റേഴ്സ് നമ്മൾ സെയിം ആക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ 5/3യുടെ ഒപ്പം ഈ 6ലോട്ട് 3നെ ആക്കാൻ ഏതുകൊണ്ട് ഇൻറ്റു ചെയ്യണം നോക്കുക. 6ലോട്ട് ആക്കണമെങ്കിൽ 3നെ 3 × 2 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 6 ആവും. അപ്പോൾ എന്തുകൊണ്ടാണോ താഴെ ഇൻറ്റു ചെയ്ത് അതേ നമ്പർ തന്നെ നിങ്ങൾ മുകളിലും ഇൻറ്റു ചെയ്യണം. അപ്പോൾ എത്രയായി? 5 × 2 എത്രയാണ്? 10 ആയി. അങ്ങനെയാണ് നമുക്ക് 10/6 ഇവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. 5/6 + 10/6 കിട്ടിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? നമുക്ക് തന്നിരിക്കുന്നത് 5/3യും
5/6 ആയിരുന്നു. അപ്പം നമുക്ക് രണ്ട് ഡിനോമിനേറ്ററും സെയിം ആക്കണം. അത് 6 നിന്ന് 3ലേക്ക് ആക്കാൻ പറ്റില്ല, 3യിൽ നിന്ന് വേണം 6ലോട്ട് ആക്കാൻ. അപ്പോൾ 3ൻ്റെ ഒപ്പം നമ്മൾ 2 ഇൻറ്റു ചെയ്തു, അത് തന്നെ മുകളിൽ ഇൻറ്റു ചെയ്തു, അങ്ങനെ 10/6 കിട്ടി. ഇനി നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും, രണ്ട് ഡിനോമിനേറ്റേഴ്സും സെയിം ആയി കഴിഞ്ഞാൽ. അപ്പോൾ എത്ര കിട്ടി? 5 + 10 എന്ന് പറയുന്നത് 15. 6 ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് അത് തന്നെ എടുത്ത് എഴുതി വെച്ചു. അപ്പോൾ ടുഗദർ അവർക്ക് എത്ര കിട്ടി? 15/6 ആണ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ? ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലെ ഈ സി എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ. കാരണം 1 part of 10 divided by c is 6/10. When 6 is divided into 10 equal part, one part is more than 1. 1 part of 10 divided by 6 and 1 part of 5 divided by 3 is the same. ഈ മൂന്നാമത്തെയാണ് സെയിം എന്ന് പറയുന്നത്. കാരണം 10ൽ 6 ഭാഗം നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതും അതാണ് നമുക്ക് 10/6 എന്ന് പറയുന്നത്. 1 part of 5 divided by 3, 3 കൊണ്ട് നമ്മൾ പറഞ്ഞു 5 എന്നുള്ള ഒരു ഭാഗം നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് രണ്ടും സെയിം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണല്ലോ. 10/6 എന്ന് പറയുന്നതും അതുപോലെ 5/3 നമ്മളിപ്പോൾ 5/3 നമ്മൾ 10/6 ആക്കി കൺവേർട്ട് ചെയ്തത്. അപ്പോൾ ആ രണ്ടെണ്ണം ശരിയാണ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അത് വരയ്ക്കാനുള്ളതാണ്. അത് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ പല രീതിയിൽ വരയ്ക്കാനുണ്ട്, അത് നിങ്ങൾ നോക്കി പഠിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ 4 സൈഡ്സ് വരച്ച് നമ്മൾ പ്രൊട്രാക്ടറും അതുപോലെ കോമ്പസൊക്കെ യൂസ് ചെയ്ത് വരയ്ക്കേണ്ടതാണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ദ ഫിഗർ ഗിവൻ ഹിയർ ഈസ് നോട്ട് എ റെക്റ്റാങ്കിൾ വൈ. നമ്മൾ വരച്ചിരിക്കുന്ന ഫിഗറെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വൺ, ദ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 96 square centimeter. ദ വോളിയൂം ഓഫ് എ റെക്റ്റാങ്കുലർ ബോക്സ് ഹാവിംഗ് ദ സെയിം ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഈസ് 96 cubic centimeter. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ബോക്സ്? അപ്പോൾ ബോക്സിൻ്റെ ഹൈറ്റാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 96 cm² ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വോളിയം എന്ന് പറഞ്ഞതും എത്രയാണ്? 96 cubic centimeter ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹൈറ്റ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ്. വോളിയം എന്ന് പറയുന്നത് ഏരിയ ഓഫ് ബേസ്. ഏരിയ ഓഫ് ബേസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മൾ പറഞ്ഞു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ആണ്, അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഓക്കെ, അതാണ് ഈ ഏരിയ എന്ന് പറയുന്നത്, ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏരിയ എന്ന് പറയുന്നത് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഓൾറെഡി തന്നിട്ടുണ്ട് 96 എന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ 96 ആണ് വരിക. വോളിയം എന്ന് പറഞ്ഞത് ഓൾറെഡി തന്നിട്ടുണ്ട്, എത്രയാണ്? 96. അപ്പോൾ നോക്കിയാൽ 96 = 96 ഇൻറ്റു ഹൈറ്റ്, ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മൾ ഈ 96നെ = ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുക. ഇവിടെ ഇൻറ്റു ആണല്ലോ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് = അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആയിട്ട് മാറും. 96 / 96 എത്ര കിട്ടുക? 1 cm ആണ് ഹൈറ്റ് കിട്ടുക. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടി പറയാം. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് എന്ന് പറയും. അതാണ് 96 എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 96 cubic centimeter എന്ന് പറഞ്ഞിട്ടുണ്ട്. വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്, അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടെ ഹൈറ്റ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് നമുക്കറിയാം, കാരണം ഏരിയ എന്ന് പറഞ്ഞിട്ട് 96 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതെന്ത് ചെയ്തു? അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ 96 = 96 ഇൻറ്റു h ആണ് വരിക. അങ്ങനെ ആ h കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ 96നെ = അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. 96/96 നമുക്ക് ഹൈറ്റായിട്ട് മാറി. ക്ലിയർ ആയല്ലോ? ഓരോന്നിൻ്റെയും ഇക്വേഷൻസ് എഴുതി വരുമ്പോഴാണ് അതിൻ്റെ റിലേറ്റ് ചെയ്യാൻ പറ്റുക കേട്ടോ. വൺ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത്ര നേരം നമ്മൾ വോളിയത്തിൻ്റെ ഇക്വേഷൻ അറിയാം, നിങ്ങൾക്കിപ്പോൾ ഏരിയ കാണാനുള്ള ഇക്വേഷൻ അറിയാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താ? ലിറ്റർ ഓഫ് വാട്ടർ. അപ്പോൾ അതിൻ്റെ വോളിയമാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദർ ഈസ് 250,000 liters ഓഫ് വാട്ടർ ഇൻ എ റെക്റ്റാങ്കുലർ സ്വിമ്മിംഗ് പൂൾ. ഇറ്റ് ഹാസ് 2 meter ഡെപ്ത്. അപ്പോൾ നോക്കിയാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു റെക്റ്റാങ്കിൾ നമ്മൾ വരയ്ക്കുമ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലും ഇതേ ഇക്വേഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു റെക്റ്റാങ്കിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ 2 meter ഡെപ്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 meter ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹൈറ്റിനെയാണ് പറയുന്നത്. അപ്പോൾ ഇത് 2, അത് അവിടുത്തെ ഹൈറ്റാണ് കേട്ടോ. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് 10 meter വിഡ്ത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 10 meter, ഈ ഒരു ലൈൻ റെക്റ്റാങ്കിളിൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് 10 meter, അത് വിഡ്ത്താണ്, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ബ്രെഡ്ത്ത് ആണെന്ന് നമുക്ക് പറയാം. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാനാണ്. ഇക്വേഷൻ നമുക്കറിയാം, വോളിയം = ലെങ്ത്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അതിലെ വോളിയം നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ലെങ്ത്ത് നിങ്ങൾ കണ്ടുപിടിക്കണം, വിഡ്ത്ത് 10 തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട് എത്ര? 2 meter. ഇതിൽ നിന്ന് നമുക്ക് സുഖമായിട്ട് ഇതിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാൻ പറ്റും, നോക്കാം. ലെങ്ത് ഓഫ് ദ സ്വിമ്മിംഗ് പൂൾ, അതിൻ്റെ വോളിയം ആദ്യം എഴുതിയിട്ടുണ്ട്. എത്രയാണ്? 250,000 liter ആണ് എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ ക്യൂബിക്കിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 215 meter cube എഴുതിയിട്ടുണ്ട്. ക്യൂബിക് മീറ്റർ നമ്മൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. കാരണം ഒരു
ക്യൂബിക് മീറ്റർ എന്ന് പറയുന്നത് 1000 ലിറ്റർ ആണ്. അപ്പോൾ ഇവിടെ 2,50,000 ലിറ്റർ എന്ന് പറയുമ്പോൾ 250 വരിക. ഒന്നുമില്ല, നിങ്ങൾ ഈ നമ്പർ കൊണ്ട് 1000 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, 2,15,000 അതുകൊണ്ട് 1000 ഡിവൈഡ് ചെയ്യുക. 3 0 കട്ട് ചെയ്യുക, 3 0 കട്ട് ചെയ്യുക. എത്രയാണ്? 250. അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഡെപ്ത് തന്നിട്ടുണ്ട്, വിഡ്ത്ത് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ അതിലുള്ള നമ്പേഴ്സൊക്കെ എടുത്ത് എഴുതി വയ്ക്കുക. ഡെപ്ത് ഇത്രയാണ്, ഹൈറ്റ് ഇത്രയാണെന്ന് പറഞ്ഞിട്ട് ഓരോ വഴികളും എടുത്ത് എഴുതി വയ്ക്കുക. അതിന് മാർക്ക് ഉണ്ട്. ഇനി ഫോർമുല എന്ന് പറയുന്നത് മിസ് നേരത്തെ പറഞ്ഞു, എപ്പോഴും ഒരു റെക്റ്റാങ്കിളിലെ കാര്യങ്ങൾ തന്നാൽ അതിൻ്റെ വോളിയം കാണാനുള്ള ഫോർമുല വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഡെപ്ത്. ഇനി ഇവിടെ എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് അവിടെ ഇക്വേഷൻ നമ്മുടെ എഴുതിയിട്ടുണ്ട്. ഇതിൽ നമ്മുടെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കണം. വോളിയം എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു 215. ഇവിടെ 12 അല്ല, 1/2 ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് നോക്കണ്ട, ഞാൻ പറയുന്നത് നോക്കിയാൽ മതി. 250 ഈക്വൽ ടു ലെങ്ത് നമുക്കറിയില്ല, വിഡ്ത്ത് എന്ന് പറയുന്നത് 10 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 2. ക്വസ്റ്റ്യനിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഹാഫ് ആയിട്ടുള്ള പോർഷൻസ് മാത്രമാണ് ഫില്ലായിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിച്ചു ഇവിടെ പറയുന്നത് നോക്കിയേ. ഇഫ് ദ പോണ്ട് ഈസ് ഹാഫ് ഫുൾ ഓഫ് വാട്ടർ, വാട്ട് ഈസ് ദ ലെങ്ത്? ഹാഫ് ഫുൾ ഓഫ് വാട്ടർ, ഫുള്ളിൽ കംപ്ലീറ്റ്ലി പകുതി ഭാഗം മാത്രമാണ് വെള്ളമുള്ളൂ. അങ്ങനെയാണെങ്കിലാണ് ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായി വായിച്ചിട്ട് മാത്രം ആൻസർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. 250 നമ്മുടെ വോളിയം, ഇക്വേഷനിൽ ലെങ്ത്ത് വിഡ്ത്ത് ഡെപ്ത്ത്. അപ്പോൾ ലെങ്ത്ത് അറിയില്ല, വിഡ്ത്ത് 10 10 ഇൻറ്റു ഡെപ്ത്ത് എന്ന് പറയുന്നത് ഹൈറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ 2. ഇനി ഞാൻ പറഞ്ഞു ഹാഫ് അല്ലെങ്കിൽ ഹാഫ് ഫുൾ ഓഫ് വാട്ടർ, ആ പോണ്ടിൽ പകുതി എത്രയാവുമെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻറ്റു 1/2 ചെയ്യണം. എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ നമ്പറിൻ്റെ ഒപ്പം 2 ഡിവൈഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ 215 ഈക്വൽ ടു 10 ഇൻറ്റു 2 എത്രയാണ്? L ഇൻറ്റു 20 ഇൻറ്റു 1/2. 215 ഈക്വൽ ടു L ഇൻറ്റു 20 ഇൻറ്റു 1 20 തന്നെ, 20/2. 20/2 എത്ര കിട്ടുക? 10 ആൻസർ കിട്ടുക. അപ്പോൾ 215 ഇവിടെ 215 ഈക്വൽ ടു L ഇൻറ്റു 10 ആണല്ലോ. ഇവിടെ ഇൻറ്റു ആയിട്ടാണ് കിടക്കുന്നത്. അത് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആയിട്ട് മാറും. അപ്പോൾ 250 ഡിവൈഡഡ് ബൈ 10 അതാണ് നമ്മുടെ ലെങ്ത് എന്ന് പറയുന്നത്. 250 ഡിവൈഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ സീറോസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 25/1 എത്രയാണ്? 25. അപ്പോൾ ഇവിടുത്തെ ലെങ്ത് എത്രയാണ്? 25 ആണ് കേട്ടോ. ഇവിടെ മിസ് 12 അല്ല 1/2 ആണ് വേണ്ടത്. അത് പെട്ടെന്ന് തെറ്റി എഴുതിയതാണ് കേട്ടോ. പക്ഷേ ആൻസേഴ്സൊക്കെ നമ്മുടെ കറക്റ്റായിട്ടാണ് വരിക. ക്ലിയർ ആയല്ലോ? വോളിയം ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം നമ്മുടെ ഇക്വേഷനിലുള്ള ആൾക്കാരെ എഴുതി L കണ്ടുപിടിക്കണം. വിഡ്ത്ത് അവിടെ 10, ഹൈറ്റ് അവിടെ 2. ക്വസ്റ്റ്യനിൽ പകുതി വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ /2 എഴുതി, അല്ലെങ്കിൽ ഇൻറ്റു 1/2 എഴുതി. ഈക്വൽ ടു 250 ഈക്വൽ ടു L ഇൻറ്റു 20/2 ഈക്വൽ ടു L ഇൻറ്റു 10. 250 ഡിവൈഡഡ് ബൈ 10 ഈക്വൽ ടു അതാണ് നമ്മുടെ ലെങ്ത്ത്. 250/10 എന്ന് പറഞ്ഞാൽ 0 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 25/1 25 നമ്മുടെ ആൻസർ വരുന്നത്. ക്ലിയർ ആയി? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സം വാട്ടർ ഫ്രം ദിസ് പോണ്ട് ഈസ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ പർപ്പസ്. എന്തെങ്കിലും കൃഷിയുടെ ആവശ്യത്തിനായിട്ട് കുറച്ച് വെള്ളം ഈ പോണ്ടിൽ നിന്ന് യൂസ് ചെയ്തു. നൗ ദ വാട്ടർ ഇൻ ദിസ് പോണ്ട് ഈസ് 40 സെൻറ്റിമീറ്റർ ഹൈ. ഇപ്പോൾ 40 സെൻറ്റിമീറ്ററോളം ഹൈ ആണ് ഇതിലെ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കാൽക്കുലേഷൻ ടു ഫൈൻഡിങ് ദ വോളിയം ഓഫ് വാട്ടർ. അങ്ങനെയാണെങ്കിൽ ഈ വാട്ടറിലെ ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് എത്രയിലാണ്? 40 സെൻറ്റിമീറ്റർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ആണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ബാക്കി അളവുകൾ എന്ന് പറയുന്നത് എത്രയാണ്? 25 ലെങ്ത് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ 10 അവിടുത്തെ എന്തുണ്ടായിരുന്നു? അവിടുത്തെ വിഡ്ത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. വോളിയം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇക്വേഷൻ കറക്റ്റ് എന്ന് പറയുന്നത് ആദ്യത്തെയാണ്. കാരണം നോക്കിയേ, 40 സെൻറ്റിമീറ്ററിലാണ് കിടക്കുന്നത് ആണല്ലോ. ഇവിടെ നമുക്ക് മുകളിൽ, നിങ്ങൾ ആ മുകളിലത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. മുകളിൽ നമ്മൾ കണ്ടുപിടിച്ച ആൻസർ എന്ന് പറയുന്നത് ഇവിടെ 25 മീറ്റർ ആയിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എത്രയാണ്? 25 മീറ്റർ ഇവിടെ കണ്ടുപിടിച്ചത്. ക്വസ്റ്റ്യനിൽ 40 സെൻറ്റിമീറ്റർ എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മീറ്റേഴ്സിനെയൊക്കെ നമ്മൾ ആദ്യം സെൻറ്റിമീറ്ററിലേക്ക് ആക്കണം. അങ്ങനെ കൺവേർട്ട് ചെയ്യാനായിട്ട് 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണല്ലോ. അപ്പോൾ 25 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2500 സെൻറ്റിമീറ്റർ ആവും. അപ്പോൾ ഇവിടെ ഇത് കറക്റ്റാണ്. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ആരാണ്? പിന്നെ നമുക്ക് വേണ്ടത് അവിടുത്തെ വിഡ്ത്താണ്. വിഡ്ത്ത് ഇവിടെ 10 മീറ്റർ ആയിട്ടല്ലേ തന്നിരിക്കുന്നത്. അതും നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 10 ഇൻറ്റു
100 ചെയ്യണം. അപ്പോൾ 1000 സെൻറ്റിമീറ്റർ കിട്ടി. അപ്പോൾ ഇതും കറക്റ്റാണല്ലോ. അതെ. ഇനി നമ്മുടെ ഹൈറ്റ് എത്രയാണ്? 40. അപ്പോൾ അതുവരെ കറക്റ്റാണ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വോളിയം കാണാനല്ലേ. വോളിയം കാണാനാകുമ്പോൾ ഇപ്പോൾ കിടക്കുന്ന എല്ലാ മെഷേഴ്സും സെൻറ്റിമീറ്ററിലാണ്. അത് നമുക്ക് ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ബൈ 1000 ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ 2500 1000 സെൻറ്റിമീറ്റർ 40 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 1000 വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആൻസറാണ് കറക്റ്റ്. ക്ലിയർ ആയല്ലോ. ഇതോട് കൂടിയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസറിങ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഇവിടുത്തെ നമ്പേഴ്സ് മാറ്റി വന്നാലും ക്വസ്റ്റ്യൻസ് ഈ ടൈപ്പ് തന്നെയാണ് നിങ്ങൾക്ക് വരിക. അതുകൊണ്ട് ഈ വഴികൾ എങ്ങനെയൊക്കെയാണ് ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യുന്നതെന്ന് പഠിച്ചു വെക്കുക. ഓരോ ഇക്വേഷൻസും പഠിച്ചു വെക്കുക. ഒന്നും അറിയില്ലെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു മിൽക്ക് ഫസ്റ്റ് വെസലിൽ ഉണ്ടായിരുന്നത് ഇത്ര, സെക്കൻഡ് വെസലിൽ ഉണ്ടായിരുന്നത് ഇത്ര, അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതി വെക്കുക. മാർക്ക് കിട്ടും കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളതൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക്